അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. തൻ്റെ മുമ്പിലേക്ക് കടന്നു വന്ന ആ ഒരു കറുത്ത രൂപം, അതെ, കറുത്ത പർദ്ദയണിഞ്ഞ ആ ഒരു രൂപം കണ്ട് ഒരു നിമിഷം സഫീർ ഞെട്ടി. യാ റബ്ബേ, എൻ്റെ ജ്യേഷ്ഠൻ ഇത്തരത്തിൽ മോശക്കാരനാണോ എനിക്കറിയുന്നില്ല. അന്ന് മറ്റൊരു പെണ്ണിനെ കൊണ്ട് എൻ്റെ മുമ്പിൽ വെച്ച് കുറേ ഓരോ ഗോഷ്ടുകൾ കാണിച്ചു കൂട്ടി. എന്നാൽ ഇപ്പോഴിതാ വീണ്ടും മറ്റൊരു രീതിയിൽ. ശരിക്കും ജസീറിനോട് വെറുപ്പാണ് തോന്നിയത്. അതെ, മുഖത്തെ ആ ഒരു മൂടപടം പോലും പൊന്തിക്കാതെ നേരെ അതാ അവൾ അവൻ്റെ അരികിലേക്ക് വരുന്നു. സഫീർ, അതെ, തൻ്റെ പേരെല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ജ്യേഷ്ഠൻ. പഠിച്ചോനെ, ഇങ്ങനൊരു ജ്യേഷ്ഠൻ നീ എനിക്ക് എന്തിനാ തന്നത്? എനിക്കറിയുന്നില്ലല്ലോ, ഞാൻ അവൻ്റെ അനിയനല്ലേ. അനാശാസ്ത്ര പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ഓരോ പെണ്ണുങ്ങളെ എൻ്റെ മുമ്പിലേക്ക് എന്തിനു വേണ്ടിയിട്ടാണ് വന്നുകൊണ്ടിരുന്നത്? എൻ്റെ മനസ്സ് മാറ്റാനോ? ഹേയ്, ഒരിക്കലുമില്ല. പടച്ച റബ്ബാണ് സത്യം. എൻ്റെ റിസ്വാൻ വക്കീൽ ഒഴികെ മറ്റൊരാളുമായും ഞാൻ ബന്ധം സ്ഥാപിക്കില്ല, അതെനിക്ക് ഉറപ്പാണ്. അതിനപ്പുറത്തേക്ക് ഒരിക്കൽ പോലും ഈ ബുദ്ധിയുള്ളിടത്തോളം കാലം ഞാൻ അത് ചെയ്യില്ല, നടക്കില്ല, ഉറപ്പാണ്. ശരിക്കും അതാ സഫീർ മനസ്സിൽ വിചാരിച്ചു. എന്നാൽ തൻ്റെ അരികിലേക്ക് വരികയാണ് അവൾ, സഫീർ എന്ന് വിളിച്ചുകൊണ്ട്. എന്നാൽ സഫീർ അല്പം പിറകോട്ട് നീങ്ങി. എന്താ, ഭയമാണോ എന്നെ എന്നുള്ള രീതിയിൽ അതാ അവൾ വീണ്ടും സംസാരിക്കുന്നു. എന്നാൽ സഫീറിനെ ഒരൊറ്റ അടിക്ക് അവരെ ഇല്ലാതാക്കണമെന്നാണ് തോന്നിയത്. കാരണം അത്രക്കും അനാശാസ്ത്ര പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, അതും ഒരാണ് മാത്രം നിൽക്കുന്ന ഈ റൂമിലേക്ക് അവൾ കടന്നു വരുന്നത്. ഛേ, എൻ്റെ ജ്യേഷ്ഠൻ്റെ പണിയാണിത്. എന്നാൽ ഒരു നിമിഷം സഫീർ ചോദിച്ചു, നിങ്ങൾ ആരാണ്? എന്തിനിങ്ങോട്ട് വന്നത്? എൻ്റെ പേര് റസിയ. റസിയോ? ഏത് റസിയ? ഞാൻ കല്യാണം കഴിച്ചിട്ടൊന്നുമില്ല. പിന്നെ സുന്ദരനായ ഒരു യുവാവ് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് കാണണമെന്ന് തോന്നിയപ്പോൾ ജസീർക്ക എന്നെ ഇങ്ങോട്ട് വിട്ടതാണ്. എന്താ എന്നെ കാണുമ്പോൾ പിന്നോട്ട് പോകുന്നത്? ഒരു നിമിഷം സഫീർ പറഞ്ഞു, അതെ, നിങ്ങളൊന്ന് പോയിക്കേ. ആരാ നിങ്ങളെ ഇങ്ങോട്ട് പറഞ്ഞയച്ചത്? ജസീർക്കാണെന്ന് പറഞ്ഞില്ലേ? ഓ അതെ, അവൻ്റെ അടുത്ത് തന്നെ പോയിക്കോ, അല്ലാതെ ഇവിടെ നിന്റെ കളി നടക്കില്ല. അത് പറഞ്ഞാൽ പറ്റില്ലല്ലോ. നേരെ അതാ നൂർജഹാൻ സഫീറിൻ്റെ അരികിലേക്കായിട്ട് വരുന്നു. അവളുടെ അത്തറിൻ്റെ ആ ഒരു വശ്യമായ സുഗന്ധം അത് അവൻ്റെ മൂക്കിലേക്ക് അടിച്ചു കയറി. പക്ഷേ ഒരിക്കൽ പോലും ചതിയിൽ പെടാൻ പാടില്ല. എത്രയൊക്കെ തന്നെ സുന്ദരികൾ വന്നാലും ഒരിക്കലും എൻ്റെ മനസ്സ് പതറാൻ പാടില്ല. ഒരു നിമിഷം സഫീർ അവരെ ദേഷ്യത്തോടെ നോക്കി. അതെ, നിങ്ങൾ പുറത്തു പോകണം, അല്ലെ ഞാൻ പുറത്തു പോയിക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അതാ ആ റൂമിൽ നിന്ന് ഇറങ്ങുന്നു. എന്നാൽ പെട്ടെന്ന് ജസീർ, എങ്ങോട്ടാ? നീയല്ലേ പറഞ്ഞത് നിനക്ക് പെണ്ണിന് വേണമെന്ന്? നിനക്കുള്ള പെണ്ണാണത്, അതും ഇത്ര സൗകര്യമുള്ള വീട്ടിലേക്ക് നിന്നെ ഇവിടെ ആക്കി അവളെ ഞാൻ കൊണ്ടുവന്നതിൻ്റെ പൊരുൾ നിനക്കറിയോ? അതെ, നിനക്കും ഉണ്ടാവില്ല ആഗ്രഹങ്ങളും സ്വപ്നങ്ങളൊക്കെ. നിനക്കുള്ള പെണ്ണാണ്, എന്താ പറ്റിയോ? ശരിക്കും അവൻ്റെ മനസ്സൊന്നറിയുവാനായിരുന്നു ലക്ഷ്യം. എന്നാൽ ഒരു നിമിഷം അവൻ പറഞ്ഞു, ഇക്ക, ഇത്രക്കും വലിയ ചതിയൊന്നും എന്നോട് നിങ്ങൾ ചെയ്യരുത് കേട്ടോ. ഇത്രക്കും വലിയ ചതി ഒരിക്കൽ പോലും നിങ്ങൾ എന്നോട് ചെയ്യരുത്. നിങ്ങളെൻ്റെ ഒരു ജ്യേഷ്ഠനാണോ? അതാ ചെല്ല്, നിന്നെ വിളിക്കുന്നു. സഫീർ, ഇങ്ങോട്ട് വരൂ. ഒരു നിമിഷം സഫീർ ഞെട്ടി. അങ്ങോട്ട് ചെല്ലട, നീ ഇങ്ങോട്ട്. എന്നാൽ അതാ സഫീറിനെ ശക്തി ഉപയോഗിച്ച് ജസീർ ഒരൊറ്റ തള്ള്, എന്നിട്ട് വാതിൽ പുറത്തേക്കടച്ചു. ഒരു നിമിഷം സഫീർ ഞെട്ടിപ്പോയി. ഒരു പെണ്ണ് നിൽക്കുന്ന റൂമിലേക്ക് എന്നെ അവൻ കടത്തി വിട്ടിരിക്കുന്നു. ഛേ, ഇത്രക്കും നീചനാണല്ലോ എൻ്റെ ജ്യേഷ്ഠൻ. ശരിക്കും അവൻക്ക് അത് വിശ്വസിക്കാൻ കഴിയുന്നതിൽ അപ്പുറമായിരുന്നു. എന്നാൽ ഒരു നിമിഷം, എന്താ സഫീറിന് എന്നെ പേടിയാണോ? ഞാൻ ഒരിക്കലും സഫീറിനെ ഉപദ്രവിക്കില്ല. ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്നത് അതാ ജസീറിനെയാണ്. ഞാൻ പറഞ്ഞു, സുന്ദരനായ യുവാവൊന്നും ഇല്ലേ? ഇത്ര പ്രായം കൊണ്ട് മൂത്ത ആളൊക്കെയാണോ ഉള്ളതെന്ന് പറഞ്ഞപ്പോൾ കാണിച്ചു തരാൻ വേണ്ടി വന്നാൽ ജസ്റ്റ്. ഓക്കെ, ഞാൻ ജസീറിൻ്റെ ആളാണ്. എന്താ, എന്നോട് ഇഷ്ടമുണ്ടോ? എന്തെങ്കിലും പറയാണ്ടോ? ആ ഒരു റസിയയുടെ വാക്കുകൾ കേട്ടപ്പോൾ ഒരു നിമിഷം സഫീർ പറഞ്ഞു, ദയവായി എന്നെ ഉപദ്രവിക്കരുത്. നിങ്ങൾക്ക് ഒന്ന് പുറത്ത് പോയിക്കൂടെ? എൻ്റെ ജ്യേഷ്ഠൻ ഇങ്ങോട്ട് തന്നെ തള്ളി. നിങ്ങൾ ദയവായി പോകൂ. എന്നാൽ പെട്ടെന്ന് തന്നെ അതാ
നൂർജഹാൻ അവൻ്റെ അരികിലേക്ക് അടുക്കുന്നു. അരുത്, നോ, എന്നെ തൊട്ടു പോകരുത്. അതെ, എന്നെ തൊട്ടു പോകരുത്. എൻ്റെ കൈ വീശി രണ്ടെണ്ണം കിട്ടും. മനസ്സിലായല്ലോ? ശരിക്കും അതാ അവൻ്റെ ആ ഒരു ആണത്വത്തിൻ്റെ പവർ അവനിലൂടെ കടന്നു വരുന്നത് കണ്ടപ്പോൾ നൂർജഹാന് സന്തോഷമാണ് തോന്നിയത്. അങ്ങനെ പോവല്ലേ, അത് എനിക്കും ഉണ്ടാവില്ലേ നിങ്ങളുടെ കൂടെ കഴിയാനൊക്കെ ഒരു ആഗ്രഹം. പിന്നെ എന്നെ കല്യാണം കഴിക്കാൻ വേണ്ടി നിൽക്കുകയാണ് മൂപ്പര്. അതായത് മൂപ്പരാണ് എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഞാൻ പറഞ്ഞു ഇതിനേക്കാളും പ്രായം കുറഞ്ഞവരില്ലേന്ന് ചോദിച്ചപ്പോഴാണ് ഈ ഒരു ഓപ്ഷൻ കാണിച്ചു തന്നത്. പക്ഷേ എനിക്ക് നിങ്ങളോടാണ് ഇഷ്ടം. പക്ഷെ അവനത് സമ്മതിക്കും തോന്നുന്നില്ല. എന്നോട് പറഞ്ഞ് ജസ്റ്റ് കണ്ടുവന്നാൽ മതി എന്നൊക്കെ പറഞ്ഞത്. പിന്നെ കാരണം അവനക്കാണത്ര എന്നെ വേണ്ടത്. ശരിക്കും അവൾ നാണത്തോടെ അത് പറഞ്ഞു. എന്നാൽ ജസീറിൻ്റെ ആ ഒരു ദുർബുദ്ധി അവൻ ആലോചിച്ചു. കാരണം മറ്റൊന്നുമല്ല, എൻ്റെ ജ്യേഷ്ഠൻ വിവാഹം കഴിച്ചു. ഇപ്പോൾ നൂർജഹാൻ എന്ന് പറഞ്ഞ പെണ്ണിനെ അവളെപ്പോലും ചതിച്ച് ഇപ്പോഴിത് റസിയുടെ കൂടെ കൂടിയിരിക്കുന്നു. ശരിക്കും അവൻ്റെ കണ്ണുകളിൽ നിന്ന് തീജ്വാല വരുന്നത് പോലെ അവൾക്ക് തോന്നി. അതെ, അരുത്. അഥവാ എന്നെ തൊട്ടിട്ടുണ്ടെങ്കിൽ അടിച്ച് 2 കൈയും കാലും ഞാൻ ഒടിക്കും. പറഞ്ഞില്ലെന്ന് വേണ്ട. തെറ്റായ രീതിയിൽ നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വരികയാണല്ലേ. എന്തിനു വേണ്ടിയിട്ട്? ഒരിക്കലും സഫീറിനെ എനിക്ക് കിട്ടില്ല. സഫീറിനെ ദുനിയാവിൽ ഒരു പെണ്ണുണ്ട്. ആ പെണ്ണിനെ മറന്ന് ഒരു കളി ഞാൻ കളിക്കില്ല. പിന്നെ ഇനിയിപ്പോൾ എന്തൊക്കെ തന്നെയായാലും മേലെ പടച്ച റബ്ബുണ്ട്, എല്ലാം കാണുന്നവന്. ഞാൻ എന്തൊക്കെ തെറ്റ് ചെയ്താലും അതെ എല്ലാം കാണുന്നുണ്ട്. ഇവിടെ CCTV ക്യാമറകളില്ലായിരിക്കാം, സെക്യൂരിറ്റികളെ പുറത്താക്കിയിരിക്കാം. പക്ഷെ എല്ലാം കാണുന്ന ഒരുത്തനുണ്ട്. തെറ്റായ രീതിയിൽ ജീവിച്ചു കഴിഞ്ഞാൽ അതൊക്കെ ഇവിടെ രേഖപ്പെടുത്തപ്പെടും. ഒരിക്കലും ആരെയും വെറുതെ വിടില്ല. നിങ്ങൾ എന്നെ ഒന്ന് എന്തെങ്കിലും അടുത്തേക്കൊന്ന് വന്നേ, അടിച്ച് ഷേപ്പ് ചെയ്യാൻ മാറ്റും. പറഞ്ഞില്ലെന്ന് വേണ്ട. ശരിക്കും സഫീറിൻ്റെ സ്വഭാവം കൂടി അറിയുവാൻ വേണ്ടിയിട്ടായിരുന്നു നമ്മുടെ നൂർജഹാന് അങ്ങനെ ഒരു നാടകം കളിക്കേണ്ടി വന്നത്. എന്നാൽ അവൾ അതാ വീണ്ടും അവൻ്റെ അരികിലേക്ക് വരുന്നു. എന്നാലും വേണ്ടില്ല, അങ്ങൊന്ന് സ്പർശിക്കാൻ എനിക്ക് വല്ലാതെ കൊതി തോന്നാണ്. അവൾ വീണ്ടും അടുത്തേക്ക് വന്നപ്പോൾ അവൻ കൈ വീശി അവളുടെ അരികിലേക്ക് അതാ വരുന്നു. ഡീ എന്ന് പറഞ്ഞുകൊണ്ട് കൈ വീശി വരുമ്പോഴേക്കും അവൾ അവളുടെ മുഖത്തുള്ള ആ ഹിജാബ് പതുക്കെ അങ്ങ് പൊന്തിച്ചു. സഫീർ ഒരു നിമിഷം ഞെട്ടിപ്പോയി. ഇത് നിങ്ങൾ നൂർജഹാൻ? അതെ, വിജയിച്ചിരിക്കുന്നു. നീ വിജയിച്ചിരിക്കുന്നു. എനിക്കറിയണമായിരുന്നു പുത്തൻവീട് തറവാട്ടിലെ ആണുങ്ങളുടെ സ്വഭാവ ഗുണങ്ങളൊക്കെ. നീ ആ കാര്യത്തിൽ വിജയിച്ചു. പക്ഷേ നിൻ്റെ ജ്യേഷ്ഠൻ കഴിവറി എന്ന് ഞാൻ ഇവിടെ പറയുന്നു. അതായത് അവൻ അത്രക്കും മോശപ്പെട്ട എന്ന് വെച്ചാൽ എത്ര ഭാര്യമാർ ഇപ്പോഴിതാ എന്നെയാണ്. ഞാനൊരു ഹിജാബ് ഇട്ടുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകേണ്ട ഒരു ആവശ്യം വന്നപ്പോൾ അപ്പോഴൊക്കെ അവൻ പിന്നാലെ കൂടി നമ്പർ വാങ്ങലും എന്നെ പിക്ക് ചെയ്യലും എന്നെ ഇങ്ങോട്ട് കൊണ്ടുവരലും എന്തൊക്കെ സ്വപ്നങ്ങൾ. അപ്പോഴൊക്കെ ഒരുപാട് പളുങ്ക് കൊട്ടാരം അവർ കെട്ടി തീർത്തു. പക്ഷേ ഞാനിത് ഓപ്പൺ ആക്കില്ല. നൂർത്ത, നിങ്ങൾ എന്താണ്, നിങ്ങളെന്താ ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്? എൻ്റെ റിസ്വാന, അവൾ സഫീർ, റിലാക്സ്, കൂൾ ഡൗൺ. നിന്നെ കണ്ടുപിടിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാൻ ഈ വസ്ത്രം ഇട്ടുകൊണ്ട് നടന്നത്. പക്ഷേ ഒരിക്കൽ പോലും നിൻ്റെ ജ്യേഷ്ഠന് മുമ്പിൽ അങ്ങനെയല്ല ഞാൻ ഡ്രസ്സ് ചെയ്യാണ്. മനസ്സിലായല്ലോ? എൻ്റെ പെണ്ണ്, എനിക്ക് അവളോടൊന്ന് സംസാരിക്കണം. ഓക്കെ, ഞാൻ ഒരു കരാറ് ചെയ്യുന്നുണ്ട്. അതായത് എന്താണെന്ന് വെച്ചാൽ നിന്നെ മോചിതനാക്കുക എന്നുള്ളത്. നൂർത്ത ഒരിക്കൽ പോലും എന്നെ മോചിതനാക്കില്ല. എൻ്റെ ജ്യേഷ്ഠൻ അത്രക്കും. ശരിക്കും സഫീർ വിതുമ്പിക്കൊണ്ട് പറഞ്ഞു, റിലാക്സ്, ഒന്നും അറിയാത്ത പോലെ തന്നെ നീ ചെയ്യേ. അതായത് ഞാൻ ഒരു ചെറിയ അഭിനയത്തിൽ ഞാൻ തുടങ്ങുകയാണ്. അതായത് നീ എന്നെ സ്വന്തമാക്കാൻ നിൽക്കുന്നത് പോലെ നീ അതിനുള്ള തയ്യാറെടുപ്പ് നടത്തണം കേട്ടോ. എന്തൊക്കെ തന്നെയായാലും ഞാൻ ബോസിൻ്റെ അടുത്തേക്കൊന്ന് പോകട്ടെ, നിൻ്റെ ബോസിൻ്റെ ജ്യേഷ്ഠൻ്റെ അടുത്തേക്ക്. അപ്പോൾ തന്നെ അതാ നൂർജഹാൻ നേരെ ജസീറിൻ്റെ അരികിലേക്ക് പോകുന്നു. ഹിജാബ് താഴ്ത്തിയിട്ടുകൊണ്ട് അവൾ പറഞ്ഞു,
അതെ, നിങ്ങൾ കാണിച്ചു തന്ന അദ്ദേഹം വളരെയധികം മൊഞ്ചനാണല്ലോ. പിന്നെ അത് മാത്രമല്ല, എനിക്ക് അദ്ദേഹത്തെ കണ്ടപ്പോൾ എന്തൊക്കെയൊരു തോന്നൽ. അത് മാത്രമല്ല, എന്നെ നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. എന്നോട് പറഞ്ഞു, കണ്ടിട്ട് ഒരു ഹോർലിനെ പോലെ തോന്നുന്നുണ്ട്. ഊർലിങ്ങൾക്ക് ഇത്രയും സൗന്ദര്യമുണ്ടാകുമോ? എന്താ സത്യത്തിൽ എൻ്റെ അടുത്തേക്ക് വന്നു തന്നെയാണോ എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ അങ്ങനെയൊന്നുമല്ല, പക്ഷെ നിങ്ങളെ കണ്ടപ്പോൾ എനിക്ക് ചെറിയൊരു ഇത്. പക്ഷേ അദ്ദേഹം എന്നോട് പറഞ്ഞു, എൻ്റെ കൂടെ കഴിഞ്ഞൂടെ ഇവിടെ എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു, അത് എനിക്ക് ഏറ്റവും ഇഷ്ടം എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്ന ജസീറിനെയാണ്. അപ്പോൾ എന്നാൽ സഫീർ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു, അത് പറഞ്ഞിട്ട് കാര്യമില്ല, എനിക്ക് നിന്നെ നല്ലോണം ഇഷ്ടപ്പെട്ടു. എൻ്റെ കൂടെ നീ പോരുമോ, നമുക്ക് ഒരുമിച്ച് ജീവിച്ചൂടെ എന്നാണ് പറഞ്ഞത്. എൻ്റെ ജസീർക്ക, എനിക്ക് പറയാനുള്ളൊന്നുമല്ല. അങ്ങനെയുള്ള ആളുകളൊക്കെ ഇവിടെ വെച്ചുകൊണ്ട് നിന്നാലേ എനിക്ക് നിങ്ങളുടെ കൂടെ സമാധാനത്തിൽ ജീവിക്കാൻ പറ്റുമോ? ഒന്ന് പറഞ്ഞു വിട്ടൂടെ എങ്ങോട്ടാന്ന് വെച്ചാൽ, എന്തിനാ ഇവിടെ വിട്ടിരിക്കുന്നത്? ശരിക്കും അവളുടെ ആ ഒരു വാക്കുകൾ കേട്ടപ്പോൾ ജസീർ അവളുടെ വാക്കുകളിൽ മയങ്ങുകയായിരുന്നു. എൻ്റെ റസിയ, നീ എന്താണ് പറഞ്ഞത് അത് ഞാൻ അനുസരിച്ചിരിക്കും. അതെ ജസീർ, സത്യം പറഞ്ഞാൽ നിൻ്റെ കൂടെയുള്ള ജീവിതമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ അങ്ങനെയൊക്കെ ഒരാൾ ഇവിടെയൊക്കെ വെച്ചുകൊണ്ടിരുന്നാൽ എനിക്ക് സമാധാനം ഉണ്ടാവുമോ? അല്ലെങ്കിൽ തന്നെ അവൻ്റെ നോട്ടം വേറെയാണ്, എൻ്റെ ശരീരഭാഗങ്ങളിലേക്കൊക്കെ നോക്കുന്നുണ്ട്. അപ്പം തന്നെ മനസ്സിലാക്കാമല്ലോ നമുക്ക് ആളുടെ സ്വഭാവമൊക്കെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ജസീർ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. അതായത്, എന്താ എൻ്റെ പ്രിയപ്പെട്ടവളെ? എന്ത് നീ പറഞ്ഞാലും ഞാനത് അനുസരിക്കാൻ തയ്യാറാണ്. എനിക്ക് പറയാനുള്ളത് മറ്റൊന്നുമല്ല, അതേത് പറഞ്ഞു വിടണം എങ്ങോട്ടെന്ന് വെച്ചാൽ, എന്നിട്ട് നമുക്ക് എന്താ, ഓ നിൻ്റെ ആഗ്രഹം അതാണെങ്കിൽ ഈ നിമിഷം തന്നെ ഞാൻ പറഞ്ഞു വിടുമല്ലോ. അവിടെ നിൽക്ക് ഒരു മിനിറ്റ്. എന്നാൽ അതാ നേരെ സഫീറിൻ്റെ അരികിലേക്ക് അവൻ ചെല്ലുന്നു. സഫീർ, എന്താ ഒരു സുന്ദരി പെണ്ണിനെ കണ്ടപ്പോൾ നീ അങ്ങ് വീണു പോയില്ലേ? നീ എന്താ അവളോട് എന്തേ അനാവശ്യം എന്തേ പറഞ്ഞോ? ഞാൻ ഒന്നുമില്ല, ആ പെണ്ണാണ് എന്നോട് പറഞ്ഞത്. ആ പെണ്ണ് പറഞ്ഞു ഇക്ക സുന്ദരനാണ്, എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ, ഓ അങ്ങനെ സഫീർ, ഇനി നീ ഇവിടെ നിന്നാൽ ശരിയാവില്ല. നിന്നെ ഞാൻ നൈസായിട്ട് വിട്ടയക്കുകയാണ്. ഇതൊരു ഓഫറാന്ന് കരുതിയാൽ മതി. അതായത് ഒന്നുമല്ല, അതായത് എനിക്കൊരു സുന്ദരി പെണ്ണ് എൻ്റെ വലയിൽ വീണിരിക്കുന്നു. അതിൻ്റെ ഫലമായിട്ട് നിന്നെ ഞാൻ മോചിപ്പിക്കുകയാണ്. ഇനി നിനക്ക് ഫ്രീ ആയി എവിടെ വേണമെങ്കിലും പോകാം, ഓക്കെ? എന്നാൽ ആ നിമിഷം തന്നെ സഫീറിന് മനസ്സിലായി, നൂർജഹാൻ നല്ലൊരു കളി തന്നെയാണ് കളിച്ചത്, അതുകൊണ്ട് മാത്രമാണ് ഞാൻ രക്ഷപ്പെട്ടത്. എന്നാൽ നൂർജഹാനെ ഈ കാലമാടിൻ്റെ കയ്യിൽ നിന്ന് രക്ഷിക്കണമല്ലോ. ആ പേരിന് അവർ ഭാര്യയും ഭർത്താവുമാണ്, പക്ഷേ ഇവിടെ അവൾ റസിയയാണ്. ശരിക്കും സഫീറിന് തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ തന്നെ കഴിഞ്ഞില്ല. ഇത്രക്കും ഐഡിയാപരമായി നൂർജഹാൻ എൻ്റെ ജീവിതത്തിലേക്ക് വന്നത് ഇതിനൊക്കെയായിരിക്കും. ഇപ്പോൾ എനിക്ക് ഏറെക്കുറെ മനസ്സിലായി തുടങ്ങി. അതെ, നൂർജഹാൻ പുളിക്കൽ തറവാട്ടിൽ ഉള്ളിടത്തോളം കാലം യാതൊരു രീതിയിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാവില്ല, എല്ലാം സോൾവായി വരുമെന്നുള്ള കാര്യം അവൻക്കും തോന്നി തുടങ്ങി. ഒരു നിമിഷം അതാ സഫീർ ജ്യേഷ്ഠനോട് പറഞ്ഞു, ഇക്ക എന്നാൽ ഞാൻ പൊയ്ക്കോ മോനെ, നീ പൊയ്ക്കോ, നീ എൻ്റെ പൊന്നനിയനല്ലടാ, നിന്നെ ഇങ്ങനെ പിടിച്ചു വെക്കാൻ പാടുണ്ടോ? എന്നാൽ ജസീറിനെ നല്ലൊരു തങ്കക്കുടത്തെ കയ്യിൽ കിട്ടിയ പ്രതീതിയായിരുന്നു അവൻക്ക്. അതായത് താൻ ഏറെ ആഗ്രഹിച്ച ആ പെണ്ണ് ഇപ്പോഴിത് എൻ്റെ വലയിലായിരിക്കുന്നു. അവൾ പറയുന്നത് എന്തും ഞാൻ കേൾക്കും, അവൾ എന്താണ് പറയുന്നത് അതിനനുസരിച്ച് ഞാൻ നിൽക്കും. അതെ, പ്രേമം തലക്ക് മൂത്ത ജസീർ അങ്ങനെ പറയുകയാണ്. എന്നാൽ ഈ സമയം സഫീർ ആ തടവിൽ നിന്ന് രക്ഷപ്പെടുകയാണ്. എന്നാൽ ഇത്തവണ സഫീറിന് അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ശരീരത്തിലേക്ക് നോക്കിയിട്ട് ഭക്ഷണത്തിൻ്റെ കുറവോ അങ്ങനെയൊന്നും കാണുന്നില്ല. അതൊക്കെ കൊടുത്തതായിട്ടൊക്കെ കാണുന്നുണ്ട്. എന്തൊക്കെ തന്നെയാലും അനിയനല്ലേ എന്ന് കരുതിയിട്ടായിരിക്കും, പക്ഷെ വിശ്വസിക്കാനൊന്നും പറ്റൂല. സഫീർ രക്ഷപ്പെടുന്ന ആ നിമിഷം അതാ അവൻ ഓർത്തത് നൂർജഹാനെയാണ്. എന്നാൽ ഏട്ടാ, ആ സ്ത്രീ, എടാ റസിയ എന്നാണ് അവളുടെ പേര്. അതായത് അവളുടെ കയ്യും പിടിച്ചുകൊണ്ട് ഞാനങ്ങോട്ട് കയറി വരും പുളിക്കൽ തറവാട്ടിലേക്ക്. നിൻ്റെ തള്ളയോടെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തേക്ക്. ഞാൻ ആഗ്രഹിച്ച ജീവിതം നിൻ്റെ തള്ള എന്നെ
ജീവിക്കാൻ സമ്മതിച്ചില്ല. അതിന് പകരമായിട്ട് അവർക്ക് നല്ല പണിയും കൊടുത്തിരിക്കും. ഒരുത്തി അവിടെ ഉണ്ട്, ഇനി വേറൊന്നിനും കൂടി കെട്ടിക്കൊണ്ടുവരും, എല്ലാവർക്കും കൂടി വേണ്ടിയിട്ട്. മനസ്സിലാക്കിക്കോ. അദ്ദേഹം അത് പറഞ്ഞപ്പോൾ ശരിക്കും സഫീറിൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ചെറിയൊരു ചിരിയുണ്ടെങ്കിലോ ഒരു നിമിഷം ആ ഹിജാബി ആ കണ്ണുകൾ കൊണ്ട് അതാ സഫീറിനെ വേണ്ട എന്ന് മൗനം പാലിപ്പിക്കുന്നു. കാരണം അറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കുളമാകും. ഒരു നിമിഷം നൂർജഹാനാണെന്ന് അത് അറിഞ്ഞു കഴിഞ്ഞാൽ ജസീർ ആ നിമിഷം അവളെ ചവിട്ടി കൊല്ലായിരിക്കും ചെയ്യുക, അത് ഉറപ്പുണ്ട്. അത്രയ്ക്ക് ദേഷ്യമായിരിക്കും അവൻക്ക്. എന്നാൽ സഫീറിന് മൗനം പാലിച്ചു. ഒരു നിമിഷം, അല്ലിക്ക എന്നാൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ പോന്നൂടെ? നിങ്ങൾ എന്ത് ഇവിടെ നിൽക്കുന്നത്? ഏയ് നോ പ്രോബ്ലം, ഇവളോട് കുറച്ചെനിക്ക് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാനുണ്ട്. എന്നിട്ട് ഞങ്ങളൊരു ജീവിതം ജീവിക്കും മോനെ എന്ന് പറഞ്ഞുകൊണ്ട് അതാ അവളുടെ അടുത്തേക്ക് ജസീർ ചേർത്ത് പിടിക്കുവാൻ വേണ്ടി വരുന്നു. ഒരു നിമിഷം അവൾ അവിടെ നിന്ന് കുതറി മാറി. എന്നാൽ പിന്നെ നിങ്ങളെ കലാപരിപാടികളൊക്കെ തുടങ്ങിക്കോളൂ, എന്നാ ഞാനങ്ങോട്ട്. മോനെ നീ പോയിക്കോ. എന്നാൽ റസിയ അവനെ നോക്കുന്നു. എങ്ങോട്ടാ സഫീർ? വേഗം വിട്. എങ്ങോട്ടാണ് സഫീർ പോകുന്നത്? അവനവൻ്റെ വീട്ടിലേക്ക്. നിനക്കെന്താ അവനെ മാത്രം ഇത്ര വലിയൊരു കണ്ണ്? അല്ല, ഒന്നുമല്ല, അവന് ഒന്നും ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടാവില്ലേ? ആര് പറഞ്ഞ്? വിഭവസമൃദ്ധമായ ഭക്ഷണമാണ് അവനിവിടെ കൊടുക്കുന്നത്. അതെ, അവനെ ജീവനോട് നിലനിർത്തണം. അതിനു വേണ്ടിയിട്ട് തന്നെ, സൗന്ദര്യം നഷ്ടപ്പെടുത്താനും പാടില്ല. ഇനി ആരെങ്കിലുമൊക്കെ വലയിൽ വീഴണമെങ്കിൽ അവനെ അങ്ങ് കാണിച്ചു കൊടുത്തിട്ട് സെറ്റാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അതിനു വേണ്ടി പുഷ്ടി കൂടുന്ന ഭക്ഷണമൊക്കെ കൊടുത്തത്. അതുകൊണ്ട് നീ ഒട്ടും പേടിക്കണ്ട, അവൻ പൊയ്ക്കോട്ടെ. അത് എന്ത് നിനക്ക് അവൻ്റെ പിന്നാലെ? അല്ലെങ്കിലും ചില പെണ്ണുങ്ങൾക്ക് അങ്ങനെയാണ്. ആൾക്കാരെ കണ്ടാൽ അവരോടായിരിക്കും ഒരു കണ്ണ്. അത് എനിക്ക് ഒന്നുമല്ല. എന്നാലും അവൻ പോയല്ലോ, പിന്നെ എനിക്ക് ശരിയാണ് ഇഷ്ടമൊക്കെ തോന്നി തുടങ്ങി. പക്ഷേ നിങ്ങളുണ്ടാവുമ്പോഴേ ഞാൻ എങ്ങനെ അവനെ ഇഷ്ടപ്പെടും? അതുകൊണ്ട് ഒരിക്കൽ കൂടി അവനോടൊന്ന് ഒരു വാണിംഗ് കൊടുക്കൂ. എന്ത്? അതായത് ഈ വഴിക്ക് നിന്നെ കണ്ടുപോകരുതെന്ന്. അതെ, നീ പെട്ടെന്ന് ഇവിടം വിട്ട് പോകണം. ഈ വഴിക്ക് നീ വരരുതെന്ന് പറയണം. എങ്കിൽ മാത്രമേ ഞാൻ നിങ്ങളുടെ കൂടെ പിടിച്ച് നിൽക്കുകയുള്ളൂ. എങ്ങനെയെങ്കിലും സഫീറിനെ രക്ഷപ്പെടുത്തുവാനുള്ള പ്ലാനിങ് ആയിരുന്നു അതെല്ലാം. അപ്പോൾ തന്നെ ജസീർ സഫീറിനെ വിളിച്ചു. അതെ, വേഗം പോയിക്കോ, ഈ പരിസരത്ത് നിന്ന് കാണരുത്. ഏതായാലും നീ രക്ഷപ്പെട്ടല്ലോ അല്ലേ? ഇതൊന്നും അല്ലായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത്. എന്തായാലും നടക്കട്ടെ. സഫീറിൻ്റെ സന്തോഷത്തിന് അതിരില്ലായിരുന്നു. തൻ്റെ പ്രിയപ്പെട്ട റിസ്വാൻ വക്കീൽ എനിക്ക് വേണ്ടി കാത്തിരിക്കുകയായിരിക്കും. എൻ്റെ പെണ്ണ് എവിടെയാണാവോ? എന്നാൽ ആ നിമിഷം തന്നെ അതാ ഒരു ഓട്ടോ വിളിച്ചുകൊണ്ട് സഫീർ വീട്ടിലേക്ക് പോവുകയാണ്. തന്നെ കാണുമ്പോൾ തൻ്റെ പ്രിയപ്പെട്ട പൊന്നുമോൾ, അതെ, അവൾ എത്രമാത്രം സന്തോഷിക്കുന്നുണ്ടാകും. അവളുടെ മനസ്സ് എത്രമാത്രം ബുദ്ധിമുട്ടായിട്ടുണ്ട്, എത്രമാത്രം സങ്കടം സഹിച്ചിട്ടുണ്ടാകും. എന്നാൽ സഫീർ ഒരു നിമിഷം തൻ്റെ പ്രിയപ്പെട്ട പെണ്ണിൻ്റെ അരികിലേക്ക് അതാ പാറിപ്പോകുന്ന പോലെയാണ്. ഓട്ടോ വിളിച്ച് ഓട്ടോക്കാരനോട് പറഞ്ഞു അതെ, വളരെയധികം സ്പീഡിൽ ഈ ലൊക്കേഷനിലേക്ക് എത്തിക്കണം. അങ്ങനെ അതാ ഓട്ടോയിൽ സഫീർ തൻ്റെ പ്രിയപ്പെട്ട റിസ്വാന വക്കീലിൻ്റെ അരികിലേക്ക് ഓടിയെത്തുവാൻ വേണ്ടി പോവുകയാണ്. അതെ, അവൾക്കതൊരു വലിയ സർപ്രൈസ് ആയിരിക്കും. നമ്മുടെ റിസ്വാന വക്കീലിൻ്റെ കരഞ്ഞുള്ള പാതിരാത്രിയുള്ള ആ ഒരു ദുആ, തഹജ്ജുദിന് ശേഷമുള്ള ഹൃദയം പൊട്ടിയുള്ള ദുആ, അതെല്ലാം പടച്ച റബ്ബ് സ്വീകരിച്ചിരിക്കുന്നു എന്നവൾക്ക് തോന്നും. അതുറപ്പാണ്. എന്നാൽ ഈ നിമിഷം അതാ നമ്മുടെ സഫീർ ഓരോ നിമിഷവും വളരെയധികം പെട്ടെന്ന് അവിടെ എത്തിയിരുന്നെങ്കിൽ എന്ന് കരുതിയിരിക്കുകയാണ്. അങ്ങനെയതാ നമ്മുടെ റിസ്വാന വക്കീലിൻ്റെയും സഫീറിൻ്റെയും വീടിൻ്റെ മുമ്പിലേക്ക് ആ ഒരു ഓട്ടോ വന്നു നിന്നു. ഇൻഷാ അല്ലാ എന്തായിരിക്കും ഇനി റിസ്വാന വക്കീലിനെ അവരെ കാണുമ്പോഴുള്ള പെർഫോമൻസ്? ഗ്ലൂക്കോസ് എല്ലാം കയറ്റി റെഡിയായപ്പോഴേക്കും അവൾ ഓക്കെയായി, വീട്ടിലുമെത്തി. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ വല്ലാത്ത വിഷമമായിരുന്നു, ടെൻഷനായിരുന്നു. എന്നാൽ തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ നേരിൽ കാണുമ്പോൾ അവളുടെ ആ ഒരു മനസ്സിൻ്റെ താളം എങ്ങനെയായിരിക്കും? നമുക്ക് കാത്തിരുന്ന് കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.